നമസ്കാരം. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ യുഎസ് നിയന്ത്രണങ്ങൾ കർശനമാക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ, സൗദി അറേബ്യ, യുഎഇ, ഇറാഖ് തുടങ്ങിയ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ വിതരണത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരുങ്ങുകയാണ്. പരമ്പരാഗതമായി ഇന്ത്യയുടെ റിഫൈനറികൾ ക്രൂഡ് ഓയിലിനായി പ്രധാനമായും പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയായിരുന്നു തിരഞ്ഞെടുത്തിരുന്നത്. എന്നാൽ 2022-ൽ റഷ്യ-യുക്രൈൻ ആക്രമണത്തിന് ശേഷം യൂറോപ്യൻ വിപണികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോടെ റഷ്യ വൻ വിലക്കിഴിവോടെ എണ്ണ വാഗ്ദാനം ചെയ്തത് വിപണി സാഹചര്യത്തെ കീഴ്മേൽ മറിക്കുകയായിരുന്നു. റിപ്പോർട്ട് അനുസരിച്ച് സൗദി അറേബ്യയിലെ സൗദി അറാംകോ, യുഎഇയിലെ അബുദാബി നാഷണൽ ഓയിൽ കമ്പനി തുടങ്ങിയ പ്രമുഖ എണ്ണ ഉൽപാദകർ ഇപ്പോൾ ഇന്ത്യയുടെ വിതരണ പട്ടികയിൽ വീണ്ടും പ്രധാന സ്ഥാനം പിടിക്കുകയാണ്. റഷ്യൻ എണ്ണ ഇറക്കുമതി തുടരുമെങ്കിലും ഇന്ത്യ വിതരണ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ. അതായത് പശ്ചിമേഷ്യയിൽ നിന്നുള്ള എണ്ണ വിതരണം വർദ്ധിപ്പിക്കാനുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട്. റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ ഡിസ്കൗണ്ട് ഇപ്പോൾ ഒരു ബാരലിന് ഏകദേശം $2 കുറഞ്ഞിരിക്കുന്നു. ഇതോടെ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി കുറഞ്ഞുവെങ്കിലും 2022 ഫെബ്രുവരിക്ക് മുൻപ് 2.5% മാത്രമായിരുന്ന റഷ്യൻ എണ്ണയുടെ പങ്ക് ഇപ്പോൾ മൊത്തം ഇറക്കുമതിയുടെ 36%. ഒരു ഘട്ടത്തിൽ ഇത് 40%-ന് മുകളിലായിരുന്നു. 2024-25 സാമ്പത്തിക വർഷത്തിൽ റഷ്യ $50.28 ബില്യൺ എണ്ണ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്ത് ഒന്നാം സ്ഥാനത്തും എത്തിയിട്ടുണ്ട്. ഇറാഖ്, സൗദി അറേബ്യ, യുഎഇ എന്നിവരാണ് തൊട്ടു പിന്നാലെ ഉള്ളത്. 2025-26 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 2 മാസങ്ങളിൽ റഷ്യ $9.16 ബില്യൺ എണ്ണ വിതരണം ചെയ്തപ്പോൾ ഇറാഖ്, സൗദി അറേബ്യ, യുഎഇ എന്നിവയാണ് മറ്റ് പ്രധാന വിതരണക്കാരായി വന്നത്. ഇന്ത്യൻ റിഫൈനറികൾക്ക് റഷ്യൻ യുറാൾസ്, അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ ഹെവി ഗ്രേഡ് എണ്ണകൾ എന്നിവ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും. എന്നാൽ യുഎസിന്റെ വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് പോലുള്ള ലൈറ്റ് ഓയിലുകൾ കൈകാര്യം ചെയ്യാൻ പ്രയാസമാണ്. ഇതിനാൽ ഇറാഖ്, സൗദി അറേബ്യ, യുഎഇ എന്നിവ സ്വാഭാവിക ബദലുകളായി മാറുന്നുമുണ്ട്. പൊതുമേഖലാ കമ്പനികൾക്കൊപ്പം റിലയൻസ് ഇൻഡസ്ട്രീസ്, നയാര എനർജി തുടങ്ങിയ സ്വകാര്യ കമ്പനികളും ഇറക്കുമതിയിൽ സജീവമാണ്. പശ്ചിമേഷ്യൻ എണ്ണ ഉൽപാദകർ ഡിസ്കൗണ്ടുകൾ വാഗ്ദാനം ചെയ്യാറില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഷിപ്പിങ്ങും ഇൻഷുറൻസും ഉൾപ്പെടുന്ന ലാൻഡഡ് കോസ്റ്റ് പലപ്പോഴും ഉയർന്നതായിരിക്കും. സെപ്റ്റംബർ ബ്രന്റ് കരാർ നിലവിൽ ഒരു ബാരലിന് $66.64 വ്യാപാരം നടക്കുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഊർജ്ജ വ്യാപാര തർക്കത്തിനിടയിലാണ് ഈ നയമാറ്റം എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയുടെ യുദ്ധവരുമാനം തടയാൻ ലക്ഷ്യമിട്ട ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതിക്ക് 50% തീരുവ വർദ്ധിപ്പിച്ചതാണ് പ്രതിസന്ധിക്ക് ഇടയാക്കിയത്. ഇത് ഓഗസ്റ്റ് 27 മുതൽ പ്രാബല്യത്തിൽ വരും. നിലവിൽ US ഉപരോധത്തിന് കീഴിലുള്ള ഇറാനിൽ നിന്നോ വെനസ്വലയിൽ നിന്നോ എണ്ണ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നില്ല. റഷ്യൻ ക്രൂഡിന് ഉപരോധമില്ല എങ്കിലും G7 രാജ്യങ്ങൾ ഒരു ബാരലിന് $60 വില പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് യൂറോപ്യൻ യൂണിയൻ സെപ്റ്റംബർ മുതൽ $47 കുറയ്ക്കും. ചൈനയും ഇന്ത്യയുമാണ് റഷ്യയുടെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാർ. ഈ മാറ്റങ്ങൾ ഇന്ത്യയുടെ ഊർജ്ജ നയത്തിലും വിതരണ തന്ത്രത്തിലും സുപ്രധാനമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്.